പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് രാജേന്ദ്ര ചോളനെ കുറിച്ചാണ്. 22-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഗസ്ത്യ കംഭു കൗണ്ഡിന്യൗ രാജേന്ദ്രശ്ചോള വംശജ അശോക പുഷ്യമിത്രശ്ച ഘാരവേലസുനീതിമാൻ. അഗസ്ത്യൻ, കംഭു കൗണ്ഡിന്യൗ, രാജേന്ദ്ര ചോളൻ. മഹാഭാരതം, പത്മപുരാണം, അഗ്നിപുരാണം, ഭാഗവതം എന്നിവയിലും മെഗസ്തനീസിന്റെ ഇൻഡിക്ക, അശോകന്റെ ശിലാലിഖിതങ്ങൾ, ടോളമിയുടെ ലോകഭൂപടം എന്നിവയിലും എടുത്തു പറയപ്പെട്ട പേരാണ് ചോള രാജാക്കന്മാരുടേത്. ആ ഉന്നത പാരമ്പര്യത്തിൽ രാജരാജ ചോളൻ എന്ന സുപ്രസിദ്ധ രാജാവിൻ്റെ ഏകപുത്രനായി പിറന്ന രാജേന്ദ്ര ചോളൻ 1012 പിതാവിനൊപ്പം തന്നെ അധികാരമുള്ള യുവരാജാവായി മാറി. രാജരാജ ചോളന്റെ മരണത്തോടെ 1014 അദ്ദേഹം ചോള സാമ്രാജ്യം ചക്രവർത്തിയായി. 1014 മുതൽ 1044 വരെ നീണ്ട 30 വർഷം രാജേന്ദ്ര ചോളൻ ചക്രവർത്തിയായി വാണു. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി, ഗംഗൈകൊണ്ട ചോളപുരം എന്നിവ തലസ്ഥാന നഗരികളാക്കിയിരുന്നു ചോള രാജാക്കന്മാർ വാണത്. പിതാവിൻ്റെ വാഴ്ചക്കാലത്തു തന്നെ 1002 മുതൽ പ്രധാന യുദ്ധങ്ങളാൽ നയിച്ചത് രാജേന്ദ്ര ചോളനാണ്. 1002 കർണാടകത്തിലെ രാഷ്ട്രകൂടന്മാർ ദക്ഷിണ മഹാരാഷ്ട്രയിലെ കോൽഹാപൂർ, ബെൽഗാം എന്നീ രാജ്യങ്ങളെ അദ്ദേഹം തോൽപ്പിച്ച് ചോള സാമ്രാജ്യത്തിന് കപ്പം കൊടുക്കുന്ന സാമന്ത രാജ്യങ്ങളെന്ന പദവിയിൽ അതേ രാജാക്കന്മാരെ നിലനിർത്തി. പശ്ചിമ ചാലൂക്യരെ തോൽപ്പിച്ച് അവരുടെ തലസ്ഥാനമായ മന്നൈ കണ്ടകം ജയിച്ചു. ആന്ധ്രയിലും അദ്ദേഹം വിജയം നേടി. 1015 വീണ്ടും ചാലൂക്യ രാജാവ് തലയുയർത്തിയപ്പോൾ 2 സൈന്യങ്ങളെ ഒരേ സമയം അയച്ച് ചാലൂക്യരുടെ 7.5 ലക്ഷം വരുന്ന വൻ സൈന്യത്തിന്റെ മേൽ വിജയം നേടി. ചാലൂക്യ രാജാവും മകനും പലായനം ചെയ്തു. 1019 രാജേന്ദ്ര ചോളൻ നയിച്ച സേന പൂർവ്വ ചാലൂക്യ രാജ്യം, ബാക്കി ആന്ധ്ര, ഒഡീഷ, കലിംഗം, വംഗം എന്നിവ ജയിച്ചു. വംഗദേശത്തെ രാജാക്കന്മാരായിരുന്നു പാലദേശത്തെ മഹിപാലനെയും ഇന്നത്തെ ബംഗ്ലാദേശ്, അസം പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ഗോവിന്ദചന്ദ്രനെയും അദ്ദേഹം തോൽപ്പിച്ചു. അന്നു മുതൽ അദ്ദേഹം ഗംഗൈകൊണ്ട ചോളൻ എന്ന പേർ സ്വീകരിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തർ, വടമധുര എന്ന ഡൽഹിക്കടുത്ത മധുര, കനൗ രാജ്യം, സിന്ധുദേശം, സ്വരാഷ്ട്രം, ഉജ്ജയിൻ എന്നീ പ്രദേശങ്ങളെ ജയിച്ച് സമ്പൂർണ്ണ ഭാരതത്തിൻ്റെ ചക്രവർത്തി. ചില ഭാഗങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹം സമ്പൂർണ്ണ ഭാരത ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെട്ടു. തൻ്റെ വിജയത്തിൻ്റെ സ്മാരകമായി അദ്ദേഹം ഗംഗൈകൊണ്ട ചോളപുരവും ചോളേശ്വര ക്ഷേത്രവും നിർമ്മിച്ചു. പൊതുവെ പൂർണ്ണ ശൈവ ഭക്തന്മാരായിരുന്നു ചോളന്മാർ. ശിവക്ഷേത്രങ്ങൾ നിർമ്മിച്ചതുകൂടാതെ വൈഷ്ണവ തുടങ്ങിയ സമ്പ്രദായങ്ങളെയും പോഷിപ്പിച്ചിരുന്നു. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിലെ ദേവനായിരുന്ന കരികാല ചോളന്റെ കാലം മുതൽ ചോളരാജാക്കന്മാരുടെ കുലദേവത കരികാല ചോളനായിരുന്നു ചോളരാജാക്കന്മാരുടെ കുലദേവത. 1017 ശ്രീലങ്കയെ ചോളന്മാരുടെ നാവികസേന ആക്രമിച്ചു. നിരവധി തവണ തമിഴ് വ്യാപാരികളെ കൊള്ളയടിച്ചും ചൈനീസ് വ്യാപാരികളെ തടഞ്ഞുവെച്ചും കുഴപ്പങ്ങളുണ്ടാക്കിയ ശ്രീലങ്കൻ രാജാവിനെ ചോളന്മാർ വെറുതെ വിടുകയായിരുന്നു. ഒടുവിൽ സഹികെട്ടപ്പോൾ ശ്രീലങ്കയെ ചോളന്മാർ ആക്രമിച്ചു. ശ്രീലങ്കയെ തോൽപ്പിക്കുക മാത്രമല്ല, രാജാവിനെ തടവിലാക്കുകയും ചെയ്തു. കുഴപ്പക്കാരെ പാഠം പഠിപ്പിക്കുന്ന സംവിധാനമായിരുന്നു ചോള രാജാക്കന്മാരുടേത്. 1041 വീണ്ടും ശ്രീലങ്ക തലയുയർത്തിയപ്പോഴും ചോള നാവികസേന അവരെ തോൽപ്പിച്ചു. ട്രിങ്കോമാലിയിൽ കൊണ്ടേശ്വര ക്ഷേത്രവും അവർ പണിതു. മികച്ച നാവികസേന ഉൾപ്പെടെ സ്ഥിരമായ സൈന്യ സംവിധാനം ചോള രാജ്യത്തിനുണ്ടായിരുന്നു. അവർക്ക് മികച്ച പരിശീലനവും നൽകിയിരുന്നു. നാവികസേനയ്ക്ക് അവർ നൽകിയ പരിശീലനത്തെ മുൻനിർത്തിയാണ് നാവിക പ്രജക്ഷണ കപ്പലിന് ഭാരത സർക്കാർ രാജേന്ദ്ര എന്ന പേരിട്ടിരിക്കുന്നത്. 1017 തന്നെ മലയദ്വീപും രാജേന്ദ്ര ചോളന്റെ നാവികസേന ആക്രമിച്ചു. സമുദ്രം ഭരിക്കുന്നവർക്ക് സാമ്രാജ്യം നിലനിർത്താനാവൂ എന്ന തത്വം ചോള രാജാക്കന്മാർക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. കലിംഗ രാജ്യത്തിൽ നിന്നും പുറപ്പെട്ട്
ഇന്തോനേഷ്യ കൈയടക്കി ഫുനാൻ രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ച ശേഷം ബർമ്മ മുതൽ തായ്ലാന്റ് വരെയുള്ള ശൈലേന്ദ്ര വംശം സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന വിജയോർത്തു വർമ്മയെ അദ്ദേഹം തോൽപ്പിച്ചു. അന്തമാൻ, തായ്ലാന്റ്, മലേഷ്യ, ഇന്തോനേഷ്യ, തെക്കുകിഴക്ക് ഏഷ്യ എന്നീ പ്രദേശങ്ങൾ ജയിച്ച് അവിടങ്ങളിലെ ശൈലേന്ദ്ര വംശ രാജാക്കന്മാരെ തന്നെ രാജേന്ദ്ര ചോളൻ സാമന്ത രാജാക്കന്മാരായി നിയമിച്ചു. ഈ ജയത്തോടെ അദ്ദേഹം കടാരുമും കൊണ്ട ചോളൻ എന്ന പദവിയും സ്വീകരിച്ചു. കുറച്ചു വർഷങ്ങൾക്കു ശേഷം ഇവിടങ്ങളിൽ കലാപമുണ്ടായപ്പോൾ അദ്ദേഹം രണ്ടാമതും ഇവിടത്തേക്ക് വിജയയാത്ര നയിച്ചു. 1025 സംഗ്രാമ വിജയത്തുംഗ വർമ്മനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. ശ്രീ വിജയരാജ്യം എന്നായിരുന്നു അക്കാലത്ത് ആ പ്രദേശങ്ങളുടെ പേര്. ശൈലേന്ദ്ര വംശ രാജാക്കന്മാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ചോള രാജാക്കന്മാർ രാജരാജന്റെ കാലത്ത് തിരുച്ചിറപ്പള്ളിയിൽ അവർക്ക് പണ്ടികശാല പണിയാനും സൗകര്യം കൊടുത്തിരുന്നു. ചൈനീസ് രേഖകളിൽ രാജരാജനെ ലോസ എന്നാണ് പറഞ്ഞിരുന്നത്. സുമാത്ര, മലയമുനമ്പ് എന്നിവിടങ്ങളിൽ തമിഴ് കച്ചവട സംഘവും സ്ഥാപിക്കപ്പെട്ടിരുന്നു. 1031 പൂർവ്വ ചാലൂക്യ തലസ്ഥാനമായിരുന്ന ആന്ധ്രയിലെ വെങ്ങിയിൽ ഭരിച്ചിരുന്ന അജരാജൻ എന്ന സ്വന്തം മരുമകനെ പുറത്താക്കാൻ സഹായിച്ച പശ്ചിമ ചാലൂക്യ രാജാവിനെതിരെ രാജേന്ദ്ര ചോള രാജാവ് സ്വയം പടനയിച്ചു. 1035 വരെ നീണ്ട യുദ്ധത്തിൽ പുത്രനായിരുന്നു രാജാതിരാജനും യുദ്ധത്തിൽ ഒപ്പം നിന്നു. യുദ്ധവും പടയോട്ടവും നടത്തി വിജയശ്രീ ലാളിതനായതു മാത്രമല്ല ശ്രീ രാജേന്ദ്ര ചോളന്റെ ചക്രവർത്തിയുടെ നേട്ടം തൻ്റെ പിതാവിനെ പോലെ തന്നെ സുസ്ഥിരമായ കേന്ദ്ര ഭരണകൂടം, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിവിധ തൊഴിൽ സംഘങ്ങൾ, നീതിന്യായ വ്യവസ്ഥ എന്നിവ കർശനമായിട്ട് അദ്ദേഹം നിയന്ത്രിച്ചിരുന്നു. കൃഷിയുടെ ഉന്നമനത്തിനു വേണ്ടി നിരവധി തടാകങ്ങൾ അദ്ദേഹം പണികഴിപ്പിച്ചു. ഗംഗൈ കൊണ്ട ചോളപുരത്തെ 16 കിലോമീറ്റർ നീളവും 3 കിലോമീറ്റർ വീതിയുമുള്ള തടാകം തന്നെ ഇതിന് ഉദാഹരണമാണ്. ഇന്നും ഏഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണിത്. അദ്ദേഹം ഒരു നല്ല കവിയുമായിരുന്നു. അദ്ദേഹത്തിനു ശേഷം രാജാതി ചോളൻ, രാജേന്ദ്ര ചോളൻ രണ്ടാമൻ, വീരരാജേന്ദ്ര ചോളൻ എന്നീ പിന്മുറക്കാർ അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ നിലനിർത്തി. രാജേന്ദ്ര ചോളൻ 1044 മരണപ്പെട്ടു. 3 ഭാര്യമാരും 5 മക്കളും ഉണ്ടായിരുന്ന അദ്ദേഹത്തിനു ശേഷം തർക്കമൊന്നുമില്ലാതെ രാജാതിരാജ ചോളൻ ചക്രവർത്തി പദം ഏറ്റെടുത്തു. കലിംഗത്തു പരണിയിൽ ജയം കൊണ്ട കവിയും തൻ്റെ കൃതികളിലൂടെ തമിഴിൻ്റെ അനശ്വര കവി ഒറ്റക്കൂത്താരും പരകേസരി, യുദ്ധമല്ലു, മുമ്മുടി, ചേര ചോള പാണ്ഡ്യ രാജാധിപ എന്ന അർത്ഥത്തിൽ രാജാവ് രാജേന്ദ്ര ചോളന്റെ അനശ്വര ഗാഥകൾ പാടി. തമിഴിൽ നിരവധി നോവലുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിംഹാസനാരോഹണത്തിന്റെ സഹസ്രാബ്ദി രാജ്യം ആഘോഷിക്കുകയുണ്ടായിട്ടുണ്ട്. സജ്ജനങ്ങളെ, ഈ ഭാരതത്തിന്റെ ഓരോ മേഖലയിലും പിറന്ന ഒരുപാട് വീരന്മാരെ കുറിച്ച് നമുക്ക് ഏകാത്മതാ സ്തോത്രത്തിലൂടെ പഠിക്കുവാനുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ച് രാജേന്ദ്ര ചോളൻ വളരെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ്. നമ്മൾ വീരപഴശ്ശിയെ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുവോ അങ്ങനെ തന്നെ തമിഴന്മാർക്ക് അവരുടെ സത്വബോധത്തെ നിലനിർത്തിയ, ഈ സംസ്കാരത്തെ നിലനിർത്തിയ വീരനായിരുന്നു രാജേന്ദ്ര ചോളൻ. ആ ചോളവംശത്തിലെ രാജാക്കന്മാരെയും രാജേന്ദ്ര ചോളനെയും ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.